ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹായ് എല്ലാവർക്കും നമസ്കാരം. സോ എ വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ്. കാരണം നമ്മൾ സാന്തോസിനെയും പിന്നെ നമ്മുടെ ആസ്റ്റൺ വില്ല പ്ലെയർ യൂറി ടെലിമെൻസിനെയും സ്വന്തമാക്കിയിരിക്കുകയാണ്. അതായത് ബഡ്ജറ്റ് 100 പോലും ആയിട്ടില്ല, ലൈക്ക് മേ ബി 90 million pounds ഓർ സംതിങ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ യൂറോസ്, വാട്ട് എവർ ഇറ്റ് ഈസ്. എന്തായാലും മത്യൂസ് ഫെർണാണ്ടസ്, ഐ എം നോട്ട് ഗോയിങ് ടു ഡിഗ്രേഡ് ഹിം ജസ്റ്റ് ബിക്കോസ് പുള്ളിക്കാരൻ നമ്മുടെ അടുത്ത് വന്നില്ല. ഹീസ് എ ഗുഡ് പ്ലെയർ, അൺഡൗട്ടബിളി ഗുഡ് പ്ലെയർ ആയിരിക്കാം. 1 season. എലിയോട്ട് ആൻഡർസൺ 120 or 100 million plus. He is also a okay player, like it's also 1 season. And then Tonali also 100 million, like Guimaraes also going to Arsenal, maybe 60 million. So അങ്ങനെ നോക്കുമ്പോൾ ആക്ച്വലി ഇനിയോസ് ഹാവ് ഡൺ എ ഗുഡ് ബിസിനസ് ഹിയർ. കാരണം സാന്തോസ് എന്ന് പറയുന്ന പ്ലെയർ ആക്ച്വലി 22 years of age ആണ്. സോ ഈസ് വെരി യങ് ആൻഡ് റോ പൊട്ടൻഷ്യൽ. ചെൽസി ഫാൻസൊക്കെ പറയുന്നത് കേട്ടിട്ട് നല്ലൊരു പൊട്ടൻഷ്യലുള്ള പ്ലെയറാണ് ആൻഡ്രേ സാന്തോസ്. പിന്നെ പ്രോപ്പർ PL എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു പ്ലെയറാണ് യൂറി ടിലെമൻസ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. കാരണം 29 years of age, യെസ്, ഹീസ് ലിറ്റിൽ ഓവർ ഏജ്, ബട്ട് സ്റ്റിൽ ഇറ്റ് ഓൺ ഇസ് പ്രൈം ആണ് പുള്ളി. കാരണം ബെൽജിയം ക്യാപ്റ്റനാണ് പുള്ളി നല്ലോണം കളിച്ചു ഈ വേൾഡ് കപ്പിൽ. പിന്നെ അങ്ങനെ പറയാനാണെങ്കിൽ കുറേ ബ്യൂട്ടിഫുൾ തിങ്സ് ഉണ്ട്. എനിക്ക് പുള്ളിക്കാരനെ ലെസ്റ്റർ മുതലേ ഇഷ്ടമായിരുന്നു. ലെസ്റ്ററിൽ നിന്ന് ഇങ്ങോട്ട് വരണമെന്നായിരുന്നു ആഗ്രഹം ആക്ച്വലി, ബട്ട് ഹി വെന്റ് ടു ആസ്റ്റൺ വില്ല ആൻഡ് ഹി സക്സീഡഡ് ദെയർ ഓൾസോ. പിന്നെ അതായിപ്പോൾ നമുക്ക് അദ്ദേഹത്തിനെ കിട്ടിയിരിക്കുകയാണ്. അദ്ദേഹം എന്തായാലും നമ്മുടെ മിഡ്ഫീൽഡ് ബെറ്റർ ആക്കും. ഐ ആം 100% ഷുവർ വിത്ത് ദാറ്റ്. പക്ഷേ ഒരേ ഒരു ഇഷ്യൂ ഞാൻ കാണുന്നത് ഈ ഒരു സൈനിങ്ങിൽ, പുള്ളിക്കാരൻ ആസ്റ്റൺ വില്ലയിൽ കളിക്കുമ്പോൾ പുള്ളിക്കാരന് ലെസ്റ്ററിൽ കളിക്കുമ്പോഴും പുള്ളിക്കാരന് നല്ല ലെഗ്സ് ഉള്ള പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു. അതായത് ഓടി നടക്കുന്ന പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ ബിഹൈൻഡിൽ. സോ പുള്ളിക്കാരൻ അങ്ങനെ ഒരു പ്ലെയർ അല്ല. ഈസ് നോട്ട് എ പ്ലെയർ വിത്ത് സോ മച്ച് ലെഗ്സ്. സോ ഇനി തേർഡ് മിഡ്ഫീൽഡർ ഇനി നമ്മൾ സൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ, യുണൈറ്റഡ് സൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇറ്റ് ഷുഡ് ബി എ പേഴ്സൺ വിത്ത് ലെഗ്സ്, അല്ലെങ്കിൽ പേഴ്സൺ ഹു ക്യാൻ റൺ. So Tielemans can be more free, and even Bruno Fernandes can play ahead. So it's a good signing. I am all excited for Yuri Tielemans and Santos. So it's a good start. Selection monitoring ഒന്നുമില്ല, straight to the deals. Variety ആണ്. As a Manchester United fan, it's a really surprising thing. കാരണം നമ്മൾ യൂഷ്വലി മോണിറ്ററും സെഡ്യൂസും ഒക്കെ ചെയ്ത് നടക്കുകയാണ് പതിവ്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല, straight to the deal. യെസ്, എഡർസൺ അൺഫോർച്ചുനേറ്റ്ലി മിസ് ഔട്ട് ആയിപ്പോയി. കാരണം ഇറ്റ്സ് ഓൾസോ എ ഗുഡ് തിങ്. കാരണം ക്ലബ്ബിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇഞ്ചറി പ്രോൺ പ്ലെയർ ആണ്, മെഡിക്കൽ ടീം ന്യൂ ഇറ്റ്, റിജക്റ്റഡ്, ഖലാസ്. സോ അത് കഴിഞ്ഞു. സോ ആൻഡ് ദെൻ വി ഗോട്ട് 2 good ones, യൂറി ടിലെമൻസ് ആൻഡ് ആൻഡ്രേ സാന്തോസ്. വെരി ഗുഡ് ആൻഡ് വെൽ ഡൺ ഇനിയോസ്. പിന്നെ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, യു ഹാവ് ടു ഗെറ്റ് മീ എ മിഡ്ഫീൽഡർ വിത്ത് ലെഗ്സ് ആൻഡ് ഓൾസോ ഗെറ്റ് 2-3 good signings, and then we go for the, no, I don't want to hype the season, just okay, we will go for top 4 and hopefully we can be better and closer to the league leaders, whoever it is. Hopefully it's us. Anyway, നമുക്ക് നോക്കാം. സീസൺ തുടങ്ങട്ടെ. July 19th or 18th പ്രീ സീസൺ തുടങ്ങുകയാണ്. So good luck to United. Let's go.